ഹായ് ഗായ്സ്, കൊള്ളാലോ പരിപാടി. പി എഫക്റ്റ് ഇത് ഒന്നുമല്ല, ഇത് ഡാവിഞ്ചി റിസോൾവിലെ ഒരു എഫക്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഡാവിഞ്ചി റിസോൾവിൽ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ക്ലിപ്സ്. ഒരെണ്ണം വിത്തൗട്ട് ഒബ്ജക്റ്റും ഇത് വിത്ത് ഒബ്ജക്റ്റും. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്രെയിം ആണെങ്കിൽ മെയിൻ ടെക്നിക്ക് ഫ്രെയിം എനങ്ങാതെ എടുക്കുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഇല്ലാത്തതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഒബ്ജക്റ്റ് ഉള്ള ക്ലിപ്പ് വെച്ചതിന് ശേഷം ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ്, അതിനുശേഷം ഫ്യൂഷൻ പേജിലോട്ട് പോകാം. ഇങ്ങനെ ഒരു സംഭവം കാണിക്കാം. നമുക്ക് മെർജ് മോഡിന്റെ ആവശ്യമില്ല, ബാക്ക്ഗ്രൗണ്ട് മോഡിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് മീഡിയ ചെക്ക് ചെയ്ത് നോക്കാം, പ്രിവ്യൂ നോക്കാം. മീഡിയ 2 ആണ് ഒബ്ജക്റ്റ് ഉള്ള മോഡ്. ഇതാണ് നമ്മളെ ക്ലീൻ പ്ലേറ്റ്, അതായത് ഒബ്ജക്റ്റ് ഇല്ലാത്തത് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം മീഡിയ 1 ആണ് നമുക്ക് മാജിക് മാസ്ക് ചെയ്യുന്നത്, അതായത് മാജിക് മാസ്ക് ചെയ്യണം. അതിലാണ് പ്രോപ്പറായിട്ടുള്ള മാജിക് മാസ്ക് ചെയ്യുന്നതിലാണ് ഇതില ഈ എഫക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതിന് ഞാൻ എടുത്തത് ഇങ്ങനെയാണ്. ഷിഫ്റ്റ് സ്പേസ് മാജിക് മാസ്ക് ആഡ് ചെയ്യാം. ഏകദേശം മാജിക് മാസ്കിൽ പോയിട്ട് പോയിന്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഏകദേശം നമ്മുടെ ഒബ്ജക്റ്റ് മാസ്ക് ആയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് മാസ്ക് ആയാൽ മാത്രമേ ഈ എഫക്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ട്രാക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയൊരു ക്ലിപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. വലിയ ക്ലിപ്പ് ട്രാക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അത്ര പേഷ്യൻസ് നമ്മൾ അത്ര കൊടുക്കണം, നല്ല എഫക്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കിട്ടുള്ളൂ. അതിനുശേഷം മീഡിയ 1, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് ഇല്ലാതെ എടുത്ത സംഭവം മീഡിയ ഔട്ടിലോട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയ 1 വന്നിട്ട് ഷിഫ്റ്റ് സ്പേസ് ബാർ ഞെക്കി കഴിഞ്ഞിട്ട് ഡിസ്പ്ലേസ് നോഡ് എന്ന് പറഞ്ഞൊരു ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ എഫക്റ്റ് അത് നമ്മുടെ മീഡിയ 1 കൊടുത്തതിന് ശേഷം മാജിക് മാസ്കുമായിട്ട് ഡിസ്പ്ലേസ് നോഡ് കണക്ട് ചെയ്യാം. അതിനുശേഷം മീഡിയ ഔട്ടിന്റെ പ്രിവ്യൂ നോക്കാം. ഏകദേശം നമ്മൾ എഫക്റ്റ് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഡിസ്പ്ലേസ് നോഡിൽ പോയിട്ട് റെഫറൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊന്ന് 0.24 ഇത് നമുക്ക് ആവശ്യാനുസരണം നമ്മളെ ഇതിനനുസരിച്ച് ഇതിൽ ഔട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ വേരിയേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം എഡിറ്റ് പേജിൽ പോയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ ക്ലിപ്പ് ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതിന്റെ മെയിൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രെയിം ആണ്. പ്രോപ്പറായിട്ട് സ്റ്റാറ്റിക് ഫ്രെയിമിൽ എടുക്കുക. ഫ്യൂഷൻ പേജിൽ അധികം പണിയൊന്നുമില്ല, മാജിക് മാസ്ക് പ്രോപ്പറായിട്ട് ചെയ്യാവുന്നുള്ളത് മാത്രമാണ് ഫ്യൂഷൻ പേജിലെ പണി. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. ദാറ്റ്സ് ഇറ്റ്.